അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ കെന്റക്കിയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ അംഗം തോമസ് മാസി നടത്തിയ പ്രസംഗം ഇപ്പോൾ ലോകശ്രദ്ധ നേടുകയാണ്. പശ്ചിമേഷ്യയിൽ ഇറാനുമായി നിലനിൽക്കുന്ന സംഘർഷങ്ങളിൽ ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന നിലപാടുകളെ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത്. ഇസ്രായേലിന്റെ താളത്തിന് തുള്ളാൻ അമേരിക്ക വഴങ്ങിക്കൊടുക്കുകയായിരുന്നു എന്ന ആരോപണമാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചത്. ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ട്രംപ് ഭരണകൂടം മനഃപൂർവ്വം അമേരിക്കൻ സൈനികരെ തള്ളിവിടുകയാണെന്ന ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇറാനുമായുള്ള യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇതിനോടകം തന്നെ 6 അമേരിക്കൻ കുടുംബങ്ങൾക്ക് തങ്ങളുടെ മക്കളെ നഷ്ടമായി കഴിഞ്ഞു. എന്നാൽ എന്തിനു വേണ്ടിയാണ് ഈ ബലിദാനങ്ങൾ നടത്തിയതെന്ന് ചോദിച്ചാൽ ട്രംപിന് ഉത്തരമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം ജനപ്രതിനിധി സഭയ്ക്കായിരിക്കെ കോൺഗ്രസിനെ പൂർണ്ണമായും മറികടന്നുകൊണ്ട് ഏകപക്ഷീയമായ തീരുമാനമാണ് ട്രംപ് കൈക്കൊണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ സൈനികരുടെ രക്തം ചിന്തണമോ എന്നത് തീരുമാനിക്കേണ്ടത് ജനപ്രതിനിധികളാണ്, അല്ലാതെ വൈറ്റ് ഹൌസ് അല്ല എന്ന് അദ്ദേഹം ഭരണഘടനയിലെ വകുപ്പുകൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കി. ഇറാൻ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന പേരിൽ അമേരിക്ക നടത്തിയ മുൻകൂർ ആക്രമണങ്ങളെ അദ്ദേഹം ശക്തമായി ചോദ്യം ചെയ്തു. ഇറാൻ ഉടൻ ആക്രമിക്കുമെന്ന് കരുതിയതിന് പിന്നിൽ യാതൊരുവിധ ശാസ്ത്രീയ തെളിവുകളുമില്ലെന്ന് US പ്രതിരോധ വകുപ്പ് തന്നെ പിന്നീട് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എന്തിനാണ് ഇറാനുമായി ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് അമേരിക്ക ഇത്രയധികം ധൃതി കാണിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. ഇറാന്റെ ആണവ പദ്ധതികൾ നേരത്തെ തന്നെ തകർത്തുവെന്ന് അവകാശപ്പെട്ട ഭരണകൂടം ഇപ്പോൾ വീണ്ടും എന്തിനാണ് സംഘർഷം വർദ്ധിപ്പിക്കുന്നത് എന്നതിൽ വലിയ വൈരുദ്ധ്യമുണ്ടെന്ന് മാസി പരിഹസിച്ചു. ഇസ്രായേൽ അമേരിക്കയെ നിർബന്ധിച്ച് യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ ഇക്കാര്യം പരോക്ഷമായി സമ്മതിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സഭയിൽ വെളിപ്പെടുത്തി. വിദേശ രാജ്യങ്ങളുടെ താൽപര്യങ്ങൾക്കായി അമേരിക്കൻ പൗരന്മാരുടെ നികുതിപ്പണവും സൈനികരുടെ ജീവനും പണയം വയ്ക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന കർശന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഇടപെടലുകൾ ചരിത്രപരമായി വലിയ പരാജയമാണെന്ന് മാസി ഓർമ്മിപ്പിച്ചു. ലിബിയ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ സൈനിക നീക്കങ്ങൾ രാജ്യത്തിന് $8 ട്രില്യൺ വമ്പിച്ച കടബാധ്യതയാണ് വരുത്തിവെച്ചത്. ഈ യുദ്ധങ്ങൾ രാജ്യങ്ങളിലോ മേഖലയിലോ സമാധാനം കൊണ്ടുവരുന്നതിന് പകരം തീവ്രവാദം വളർത്താനും ലോകമെമ്പാടും അഭയാർത്ഥി പ്രവാഹം ഉണ്ടാക്കാനുമാണ് സഹായിച്ചത്. ഇപ്പോൾ ഇറാനുമായി ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നത് ആ മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ആത്മീയ നേതാവിനെ ഒരു രക്തസാക്ഷിയാക്കി മാറ്റുന്നതിലൂടെ പുതിയൊരു തലമുറയെ കൂടി അമേരിക്കയ്ക്കെതിരെ തിരിക്കുകയാണ് ഭരണകൂടം ചെയ്യുന്നത്. ഇറാൻ എന്നത് വെനസ്വലയെ പോലെയല്ല, അവിടെ ശക്തമായ മതപരമായ സ്വാധീനമുണ്ട്. ആത്മീയ നേതാവിനെ ലക്ഷ്യം വെക്കുന്നതിലൂടെ നിങ്ങൾ പുതിയ തീവ്രവാദികളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ മണ്ഡലത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത് ഈ യുദ്ധങ്ങൾ എങ്ങനെയാണ് തങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്നത് എന്നാണ്. പലചരക്ക് സാധനങ്ങൾക്കും വീട്ടുവാടകയ്ക്കും വില കൂടുമ്പോൾ വിദേശ രാജ്യങ്ങളിലെ യുദ്ധങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളർ ചെലവാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു. യുദ്ധഭൂമിയിൽ പോരാടുന്ന ഓരോ സൈനികനും തങ്ങൾ എന്തിനു വേണ്ടിയാണ് പോരാടുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വേണം. ഇപ്പോൾ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി സുരക്ഷിതമായി വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് അവർക്ക് ഭരണകൂടം ഉറപ്പ് നൽകണം. വെറുതെ ബജറ്റ് പാസാക്കി പണം നൽകുന്നത് യുദ്ധത്തിനുള്ള അംഗീകാരമായി കാണാൻ കഴിയില്ല. യുദ്ധം വേണമെന്നുണ്ടെങ്കിൽ അത് സഭയിൽ കൃത്യമായി ചർച്ച ചെയ്യുകയും വോട്ടെടുപ്പ് നടത്തുകയും വേണം. അത്തരം ഗൗരവകരമായ ചർച്ചകളിൽ നിന്ന് ജനപ്രതിനിധികൾ ഒളിച്ചോടുന്നത് തങ്ങളുടെ പേര് പരാജയപ്പെട്ട ഒരു യുദ്ധത്തിനൊപ്പം ചേർക്കപ്പെടും എന്ന ഭയം കൊണ്ടാണെന്നും തോമസ് മാസി വിമർശിച്ചു. അമേരിക്കയുടെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്ന ഈ പ്രസംഗം നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സ്വന്തം പാർട്ടിക്കാരനായ തോമസ് മാസിയുടെ ഈ പടയൊരുക്കം ട്രംപ് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്.